അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോട് നമ്മൾ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, എനിക്ക് ടി പി ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കൂ, നിഖിൽ പൈലി വിട്ടേക്കൂ, രാഷ്ട്രീയം വിട്ടോ. ഒറ്റ മിനിറ്റ് കേൾക്കും. അങ്ങരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ്. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത് പ്ലീസ്. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. വൈകാര്യത ഉണ്ട്, എനിക്ക് വൈകാര്യത ഉണ്ട് സാറേ, എനിക്ക് വൈകാര്യത. ഒരു 10ാം ക്ലാസ്സുകാരന്റെ കബറുടെ മുന്നിൽ കണ്ടതാണ്. അവന്റെ അച്ഛൻ തായി പോയതേ ഉള്ളൂ, അവന്റെ അമ്മ വീട്ടിൽ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വൈകാര്യത ഉണ്ട്. കേൾക്കുമാർ 100% ഞാൻ യോജിക്കുന്നു. ഏത് പാർട്ടിയാണോ കുറച്ച് സെൻസിറ്റീവ് ആവും ശ്രീകുമാർ, കുറച്ച് സെൻസിറ്റീവ് ആവ്, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. എപ്പോഴും രാഷ്ട്രീയ തിമിരം ബാധിക്കല്ലേ, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ കൊലയാളികളാക്കി. അതും ശരിയാണ്. ഒരു പരിധിയില്ല. അങ്ങേക്ക് മറുപടി പോരുത്. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച് അല്ല ശ്യാൽകുമാർ നിർത്തൂ. ശ്യാൽകുമാർ ഈ വിഷയത്തിൽ അങ്ങയുടെ കുബുദ്ധി നിർത്തൂ, അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ പ്ലീസ്. അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ. രാജു പി നായർ, ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പറയണ്ട ശ്യാൽകുമാർ, അങ്ങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ, അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത്. ദയവ് സ്ഥാനത്തൊക്കെ 2 കിട്ടുമ്പോൾ മാറിക്കോളും. പ്ലീസ്. നിഖിൽ പൈലി എന്തോ പൈലി വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഇൻസെൻസിറ്റീവ് ആവല്ലേ, അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ. നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്, നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. അതിന്റെ മുന്നിൽ അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാർ പ്ലീസ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഞാൻ കേട്ടെ, അങ്ങോട്ട് കേട്ടെ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? ധീരജിനെ കൊന്ന കൊലയാളികൾ ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാര്യതയുണ്ടോ? ആ വൈകാരികത വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാര്യതയുണ്ടോ? പിന്നെ നാണക്കെടുത്തി നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാര്യത എനിക്കെന്തിനാ? അത് നിങ്ങളോടുള്ള മറുപടിയാണ്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ആ കല്യാണത്തിന് പങ്കെടുത്ത CPM-കാർക്ക് ഇല്ലാത്ത വൈകാര്യത എനിക്കെന്തിനാ? ശ്യാൽകുമാർ, അതവിടെ നിൽക്കട്ടെ. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. ഈ നാട് വല്ലാത്ത ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഈ നാട്ടിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടിക്ക് വരെ മയക്കുമരുന്ന് സുലഭമാണ്. എങ്ങോട്ട് പോയാലും എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്നാണ്. അൽകുമാർ ചിരിക്കും, തിരിച്ചോട്ടെ. രാജീവ്, നമുക്കതിന് പരിഹാരം വേണം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് അയാളെ ആ കുറ്റവാളികളെ പരീക്ഷ. അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്തൊരു ഇൻസെൻസിറ്റീവ്നെസ് ആണിത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക? രാജു പി നായർ, അനിൽകുമാർ ഈ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ 9 വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നുപോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്യാൽകുമാർ ഈ ചർച്ച വഴിതിരിച്ച് ഏതോ വഴിക്ക് നിഖിൽ പൈലി മറ്റേ പൈലി കൊണ്ടുപോകുന്നത്? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കൂ, ഇവിടുത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്, അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ? ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ചുമതലയല്ലേ? ഇന്നത്തെ നിയമസഭയിൽ സംസാരിച്ചെന്താ? എന്ത് പ്രോആക്റ്റീവ് ആയിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്? മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ, ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി. അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ, എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം. ഇത് ഉമ്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നുമല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഞാൻ ആ ചിന്ത എടുക്കുന്ന മയക്കുമരുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ്.
ഒരു പക്ഷേ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്കെത്തുന്ന സപ്ലൈ ചെയിൻ കട്ട് ചെയ്യലാണ്. ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്ന് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും. അല്ല അത് പിന്നെ ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമലംഘനങ്ങൾ കാണാൻ സാധിച്ചു. ട്രിപ്പിൾസും 4 പേരുമൊക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പായുന്ന സ്റ്റണ്ടുകൾ, സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഞാൻ കാണാതിരുന്നത് ആ 15 കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ്. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്ത്, അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി. മറന്നുപോകരുത്, മതപരമായ സ്ഥാപനങ്ങളിൽ കൊല്ലും കൊലയും. അത് മാത്രം അറിയാം. അല്ലല്ല, അത് വിട്ടേക്കോ, അത് വിട്ടേ. അത് വിഷയമാറ്റം വളരെ നിരുത്തരവാദമായിട്ടുള്ള statement ആണ്. ഞാൻ പിടിക്കാതിരുന്ന അത് വിട്ടേക്കോ, വിഷയമാറ്റം വേണ്ടി പറഞ്ഞാ. വിട്ടുകൊടുക്കാൻ പറ്റില്ല. അല്ല, അത് വിട്ടേക്കോ, വിഷയമാറ്റം വേണ്ടി പറഞ്ഞാ. അതൊക്കെ പിടിക്കല്ലേ? ഈ വിഷയത്തെ കൊത്തല്ലേ? അത് വിഷയമാറ്റം വേണ്ടി പറഞ്ഞ ആൾക്കുമാർ. രക്ഷപ്പെടാൻ കഴിയുമോ? ചൂണ്ടക്കറി കൊത്തല്ലേ? വിഷയമാറ്റം വേണ്ടി പറഞ്ഞ ആൾക്കുമാർ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ എന്ന് പറയണ്ടേ? ഈ ഞാൻ നോക്കൂ ഹാഷ്മി, നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അവർ പരീക്ഷ എഴുതിക്കോട്ടെ, പാസ്സാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം അതാണ്. ഈ സർക്കാരിനെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ്. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.